ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടിയിട്ട് ഗംഗപ്രസാദിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ ഗംഗപ്രസാദിന്റെ കിരൺ ചോദിക്കണ്ടേ, എടാ നിന്നെ കാണാൻ വന്ന പെൺകുട്ടി ആരാടാ അത് എന്ന് ചോദിക്കുമ്പോഴേക്കും കല്യാണി ചോദിക്കണ്ടല്ല, നീ കെട്ടാൻ പോകുന്നത് പെണ്ണാണെന്ന് വാർഡൻ പറയുന്നുണ്ടായിരുന്നല്ലോ, അത് ഏത് പെണ്ണാടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യോ അത് തരുണിമയാണ്, തമിഴ്നാട്ടിലുള്ളതാണ്, എനിക്ക് അപകടം പറ്റി നടപ്പോ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ കിരൺ ചോദിക്കണ്ടേ, എടാ ഈ തരുണിമ തന്നെയാണോടാ സ്റ്റെഫി എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ഗംഗപ്രസാദ് ഞെട്ടുന്നുണ്ട്. ശേഷം സ്റ്റെഫിയോ, ഏത് സ്റ്റെഫി? എനിക്ക് അങ്ങനത്തെ സ്റ്റെഫി എന്ന് പറഞ്ഞ പേരുള്ള ആരെയും അറിയില്ലല്ലോ, എന്നെ കാണുന്നത് തരുണിമ എന്നാണ്, അവളെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നതാണ് എന്നൊക്കെ പറയാണ്. ആയിക്കോട്ടെ എടാ, മര്യാദക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട, അതെ നിന്റെ പെങ്ങളുണ്ടല്ലോ കാർത്തിക ചേച്ചിയുടെ വിവാഹമാണ് വരാൻ പോണത്, ആ സമയത്ത് നിനക്ക് പരോള് കിട്ടുകയാണെങ്കിൽ നല്ല സ്വഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ കാർത്തിക ചേച്ചി നിന്നെ കൂടെ കിട്ടും, അർഹതപ്പെട്ട സ്വത്തോ പണോ കാർത്തിക ചേച്ചി നിനക്ക് തരൂ, അതല്ല അപ്പോഴും വെട്ടും കുത്തടം നിൽക്കാനാണ് നിന്റെ ഭാവം എന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും നന്നാവില്ലടാ, നീ പുറം ലോകം കാണാനേ പോകുന്നില്ല. അയ്യോ എനിക്കിപ്പോ ഒന്നിനും വയ്യ, ഞാൻ എല്ലാം മടുത്തു, ഇവിടുന്ന് പരോള് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ നാട്ടിൽ പോലും നിൽക്കില്ല, ഞാൻ നേരെ തമിഴ്നാട്ടിലേക്ക് പോകാൻ പോകുക എന്ന് ഗംഗപ്രസാദ് പറയുമ്പോ കിരൺ പറയണ്ട്, അതാ നല്ലത്, നീ വിചാരിക്കുന്ന പോലെ തമിഴ്നാടല്ലടാ, ഇത് കേരളം എന്ന് പറയാണ്. കല്യാണി വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കല്യാണിനെയും കൂട്ടിക്കൊണ്ട് കിരൺ പുറത്തേക്ക് ഇറങ്ങാട്ടോ. ശേഷം പുറത്തു നിൽക്കുന്ന ആ ഒരു പോലീസുകാരോട് കിരൺ പറയുന്നുണ്ട്, സാറേ ഇതാ അകത്ത് കിടക്കുന്നവനെ സൂക്ഷിക്കണം കേട്ടോ, വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഒരു അവസരം കിട്ടിയ പുറത്തു ചാടാൻ നോക്കി നിൽക്കുന്നവനാ, അതൊക്കെ എനിക്കറിയാം സാറേ, ഞാൻ വേണ്ട പോലെ അവനെ ശ്രദ്ധിക്കാം എന്ന് ആ പോലീസുകാരൻ പറയുന്നുണ്ട്. ശേഷം കിരണും കല്യാണിയും കൂടിയിട്ട് ഓഫീസിലേക്ക് പോവാണ്. ആ സമയത്ത് കിരൺ കല്യാണി എടുത്ത് പറയണ്ടേ, കല്യാണി കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ മനോഹർ നമുക്കൊരു കത്ത് എഴുതിയായിരുന്നു, അവന്റെ മോളെ കാണണമെന്ന് പറഞ്ഞിട്ട്, അന്ന് നമ്മളത് കാര്യത്തിലെടുത്തില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവനൊന്ന് ആ കുഞ്ഞിനെ കാണിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുവാണ്. അതെ, അതിനുശേഷം അവൻ വീണ്ടും കത്തെഴുതിയായിരുന്നു എന്ന് പറയാണ്. അവൻ വീണ്ടും കത്തെഴുതിയോ എന്ന് പറയാണ്. അതെ കത്തെഴുതിയായിരുന്നു, ഞാൻ കിരണേട്ടനെ കാണിക്കാൻ മറന്നു, ഇന്നലെയാണ് കത്ത് കൈപ്പറ്റിയത്, ഇന്നലെ പിന്നെ തിരക്കായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കത്ത് നമ്മുടെ കിരണിന്റെ കയ്യിലേക്ക് കൊടുക്കാണ്. കിരൺ അത് വായിച്ചു നോക്കാണ്. അതിലെഴുതിയേക്കണ വേറൊന്നുമല്ല, കിരൺ സാറും അതുപോലെ തന്നെ കിരൺ സാറും കല്യാണി മേഡം അറിയാനായിട്ട് എനിക്ക് എന്റെ മോളെ കാണുന്ന വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, ഞാൻ ഒരു പ്രാവശ്യം ഒരു കത്ത് എഴുതിയായിരുന്നു, അത് നിങ്ങളുടെ കയ്യിൽ കൈപ്പറ്റിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടിട്ടാണ് വീണ്ടും എഴുതുന്നത്, ഈ കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ മോളെ എനിക്കൊന്ന് കാണാൻ വേണ്ടി ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്റെ മോളെ ഇനി എനിക്ക് എപ്പോ കാണാൻ പറ്റുന്ന അറിയില്ല, ഞാൻ ഇവിടുന്ന് റിലീസ് ആവുമ്പോഴേക്കും എന്റെ മോള് വളർന്ന് വലുതായിട്ടുണ്ടാകുമായിരിക്കും, എന്റെ മോളെ എനിക്കൊന്ന് കാണണം, എന്റെ മോളൊന്ന് കാണിച്ചു തരണം, എനിക്ക് അത്രമാത്രം ആഗ്രഹമുണ്ട് എന്റെ മോളെ കാണാനായിട്ട്, ഞാൻ ഈ ലോകത്ത് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കൺമണി മോളെ മാത്രമാണ്, കിരൺ സാറും കല്യാണി മോളും ദൈവത്തെ ഓർത്ത് എന്റെ മോളെ ഒന്ന് എനിക്ക് കാണിച്ചണം, ഇതെന്റെ അവസാന ആഗ്രഹമായിട്ട് നിങ്ങൾ കണക്കിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കത്ത് എഴുതിയിരിക്കുന്നത്. അത് വായിക്കുന്ന കിരൺ കല്യാണത്ത് പറയുന്നുണ്ട്, കല്യാണി അവൻ കാര്യമായിട്ട് തന്നെയാണല്ലോ പറയണത്, അതേ കിരണേട്ടാ, പക്ഷെ നമ്മൾ എങ്ങനെ കൺമണി മോള് അവിടേക്ക് കൊണ്ടുപോകും, സരിയും അതുപോലെ തന്നെ ഷാരി ആന്റി ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ എന്ന് പറയണം. അതെ അത് തന്നെയാണ് ഞാനും വിചാരിക്കണത്, പക്ഷെ അവനൊന്ന് കാണിക്കണമെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു, അവൻ അത്രമാത്രം അത് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ അവൻ കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കില്ല, നമുക്കൊന്ന് കൊണ്ടേ കാണിച്ചാലോ, പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ കിരണേട്ടാ അറിയാതിരിക്കാൻ നമുക്ക് നോക്കാന്നേ, ശരിയാ എനിക്കും തോന്നുന്നു അവനൊന്ന് ആ കുഞ്ഞിനെ കാണിക്കണോന്ന്, അവൻ എത്ര വൃത്തികെട്ടവനാണെന്നുണ്ടെങ്കിലും സ്വന്തം കുഞ്ഞല്ലേ, അതിനോടൊരു അച്ഛനോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കാലോ, നമുക്കുണ്ടല്ലോ ഒരു കുഞ്ഞ്, അതുകൊണ്ട് നമുക്കൊന്ന് കൊണ്ടേ കാണിക്കാം എന്ന് കിരണും കല്യാണിയും വിചാരിക്കുകയാണ്. അങ്ങനെ അവർ ശേഷം നേരെ പോണത് രൂപയുടെ വീട്ടിലേക്കാട്ടോ. അവിടെ ഷാരി നമ്മുടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, മോളെ കുഞ്ഞെ ഈ കളിപ്പാട്ടമൊക്കെ നോക്കിയേ, ഇതൊക്കെ ആര് വാങ്ങിച്ചു തന്നതാ, മോളുടെ അമ്മ വാങ്ങിച്ചു തന്നതാണോ എന്ന് പറഞ്ഞിട്ട് കളിപ്പിക്കുകയാണ്. അവിടെയൊക്കെ കിരണും കഴിഞ്ഞ് വരുമ്പോഴേക്കും ഷാരി എഴുന്നേക്കുന്നുണ്ട്, ആഹാ ഇതാരും മോനും മോളുവോ എന്ന് പറയാം, വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ആഹാ കുഞ്ഞ് നല്ല സന്തോഷത്തിലാണല്ലോ, കുഞ്ഞെ കളിപ്പാട്ടമൊക്കെ അമ്മ വാങ്ങിച്ചു തന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, ആന്റി അമ്മ അച്ഛനും ഇവിടെ ഇല്ലേ, അവര് പുറത്തു വരെ പോയിരിക്കാ മോനെ, അതെയോ ആന്റി കുഞ്ഞിനൊന്ന് തരാവോ, ഞങ്ങളൊന്ന് പുറത്തു വരെ പോകുക, ആണോ എങ്കിൽ ഞാനും വരാം, അയ്യോ ആന്റി വരണ്ട, കുഞ്ഞിനെ മാത്രം മതി, ഇവൾക്ക് കുറച്ച് കളിപ്പാട്ടോ പിന്നെ കല്യമോനൊന്ന് കാണിക്കണം, അപ്പൊ സരുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ, സരുവിനെ കാണിക്കാനായിട്ട് കുഞ്ഞ് നോക്കട്ടെ ആന്റി, കുഞ്ഞെപ്പോഴും ഇതിന്റെ ഉള്ളിൽ ഒരേ ഇരിപ്പല്ലേ, ഇതുവരെ ആ കുഞ്ഞ് പുറം ലോകം കണ്ടിട്ടില്ലല്ലോ, ഞങ്ങളൊന്ന് പുറത്തൊക്കെ ഒന്ന് കറക്കിയിട്ട് വരാം, ഞാൻ നിങ്ങളോട് പറയാൻ നിൽക്കുമായിരുന്നു, കല്യമോൻ എന്താ നിങ്ങൾ കൊണ്ടുവരാത്തത്, അവനൊന്ന് കൊണ്ടുവന്നൂടെ ഇടയ്ക്ക് ഇവിടെയെങ്കിലും, അപ്പൊ കല്യാണി വേണ്ട, നോക്കട്ടെ ആന്റി, ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു 4-5 ദിവസം ഇവിടെ വന്ന് നിന്നാലോന്ന്, അപ്പൊ കല്യമോനെയും കൊണ്ടുവരാം എന്ന് പറയാണ്. അത് ഏതായാലും നന്നായി, എന്നാൽ മോളെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് വരട്ടെ ആന്റി, കൊണ്ടുപോയിക്കോ എന്ന് ഷാരി പറയാണ്. അങ്ങനെ കിരൺ മോളെ എടുക്കുന്നുണ്ട്, കല്യാണി വാ പോയിട്ട് വരാം എന്ന് പറയാണ്. ശരി ആന്റി എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുവാട്ടോ. ഷാരി അത് നോക്കി സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് രണ്ടുപേരും കൂടെ നേരെ പോണത് ജയിലിലേക്കാട്ടോ. അതേസമയം ജയിലിലാണെന്നുണ്ടെങ്കിൽ
ജയിലിലാണെങ്കിൽ മനോഹരനോട് വിക്രം പറയുന്നുണ്ട്, അതേ മനുവേട്ട സൂക്ഷിച്ചു കണ്ടൊക്കെ നിന്നോട്ടാ. ആ രാഹുൽ അങ്കിൾ മനുവേട്ടനെ കൊല്ലാൻ വേണ്ടി തന്നെയാ ഇവിടെ നിൽക്കണത്. എടാ അയാൾ എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോട്ടടാ, അല്ലെങ്കിലും ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കണത്? എനിക്ക് എന്റെ മോളെ കാണണമെന്ന് മാത്രമേ ഒരു ആഗ്രഹമുള്ളൂ, അല്ലാതെ ജീവിക്കാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ലടാ എന്ന് ഇങ്ങനെ പറയാണ് മനോഹർ. ഇങ്ങനെ വിക്രത്തോട് പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് വാർഡൻ വരുന്നുണ്ട്. എടാ മനോഹരെ, നിന്നെ കാണാൻ വേണ്ടിട്ടേ ഒരാള് വന്നിട്ടുണ്ടടാ എന്ന് പറയാണ്. ആരാ സാറ് എന്ന് ചോദിക്കുമ്പോഴേക്കും ചിരിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവനെ കാണാനോ? വല്ല പെണ്ണുങ്ങളായിരിക്കും, ഇവനെ പ്രാകാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് പറയാണ്. അല്ലാതെ ഇവനെ കാണാൻ ആര് വരാനാ? ചിലപ്പോ എന്റെ മോള് തന്നെയായിരിക്കും ഇവനെ പ്രാഗിക്കൊല്ലാൻ വേണ്ടി വന്നതായിരിക്കും. ചിലപ്പോഴേ അവളുടെ കയ്യിൽ കത്തി ഉണ്ടാവും, ഇവന് സെല്ലിലേക്ക് അടുത്ത് നിൽക്കുമ്പോഴേക്കും കുത്താനായിട്ട് എന്നൊക്കെ പറയാണ്. അത് നിന്റെ പണി നോക്കടാ. എടാ മനോഹര, പോയി കണ്ടിട്ട് വാടാ, സമയമില്ല, 3 മിനിറ്റിനുള്ളിൽ കണ്ടിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാണ്. ശരിയുടെ ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് വിക്രത്തോട് പറഞ്ഞിട്ട് മനോഹർ നേരെ സെല്ലിന്റെ അടുത്തേക്ക് പോവാണ്. പോകുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ് മനോഹർ. കിരണും കല്യാണിയും കൺമണി മോളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. കൺമണി മോളെ കാണുമ്പോ തന്നെ മനോഹറിന്റെ കണ്ണൊക്കെ നിറയാട്ടോ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് കിരൺ പറഞ്ഞിട്ട്, നീ മോളെ ഒന്നും വിളിക്കുകയും വേണ്ട, കുഞ്ഞിനെ ഇപ്പോ വലിയ പ്രായമൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് മോളെ സരിയോ പറഞ്ഞ് പഠിപ്പിക്കണേ. എന്താണെന്നറിയാവോ? കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചുപോയെന്ന്, അപകടത്തിൽ മരിച്ചുപോയെന്ന്. അങ്ങനെയാണ് കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിക്കണത്. ഒരു കണക്കിന് അത് തന്നെയാ നല്ലത്. നിന്നെ പോലെ പെണ്ണുങ്ങളെ ഒരു വിലയില്ലാതെ ചൂഷണം ചെയ്യുന്ന ഒരുത്തന്റെ മകളാണ് ഇതെന്ന് പറഞ്ഞേക്കാളും നല്ലത് അച്ഛൻ മരിച്ചുപോയി തന്നെയാണ് കുഞ്ഞ് അറിയണതാ നല്ലത് എന്ന് പറയാണ്. സാറേ, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്റെ മോളെ ഇടയ്ക്ക് കണ്ടാൽ മതി. ഞാൻ കത്തിൽ എഴുതിയായിരുന്നല്ലോ, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും എനിക്ക് വയസ്സാകും, കുഞ്ഞപ്പോൾ വലുതാവും, അവളുടെ കല്യാണ പ്രായമാകും. ആ സമയത്ത് എനിക്ക് കാണേക്കാളും നല്ലത് ഇപ്പൊ എനിക്ക് കാണണമെന്ന് തോന്നി. അന്ന് ചിലപ്പോ അവൾ എന്നെ കാണാൻ പോലും കൂട്ടാക്കില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും കല്യാണി പറയണ്ട, അതെ സരിയും അറിയാതെ ഞങ്ങൾ കുഞ്ഞെ കൊണ്ടുവന്നത്, അവളെങ്ങാനും പറഞ്ഞാൽ പിന്നെ തീർന്നു. എനിക്കറിയാം നിങ്ങളുടെ മനസ്സ് നല്ലതാണെന്ന്, അതുകൊണ്ട് തന്നെയാ നിങ്ങൾക്ക് ഞാൻ വീണ്ടും വീണ്ടും കത്തെഴുതി എന്റെ മോളെ കാണണമെന്നൊരു ആഗ്രഹം നിങ്ങളോട് പറഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. വളരെ നന്ദിയുണ്ട് കിരൺ സാറിനും കല്യാണി മേഡത്തിനോടും എന്ന് പറയാണ്. എന്നാലും നിനക്ക് ഈ കുഞ്ഞോട് മാത്രമാണ് ഇത്ര സ്നേഹം, നിനക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലോ. അറിയാലോ കിരൺ സാറെ, ഞാൻ ഇവളോട് മാത്രമല്ല, ഇവളുടെ മുഖം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ജനിച്ചിട്ട്. പിന്നെ ഇവളോട് മാത്രം ഇത്രയും നാൾ കൂടെ നിന്നിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇവളോട് പ്രത്യേക ഇഷ്ടമുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ഇടയ്ക്കൊക്കെ കുഞ്ഞിനെ കൊണ്ടുവരണം എന്ന് പറയാണ്. കല്യാണി പറയുന്നുണ്ട്, അത് പറ്റില്ല മനോഹർ, കുഞ്ഞിനെ ഓർമ്മ വെച്ച് വരുവാണ്. സംസാരിക്കാൻ സമയമാകുമ്പോഴേക്കും സംസാരിക്കാനൊക്കെ ആകുമ്പോഴേക്കും അവള് തന്നെ സരിയുനോട് പറയും, ഞങ്ങൾ എവിടെയാണ് കുഞ്ഞെ കൊണ്ടുവന്നെന്ന്, അവൾ ഇവിടെയാ വന്നേന്നൊക്കെ പറയും. അതുകൊണ്ട് ഇപ്പൊ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, നീ ആഗ്രഹിക്കുന്ന പോലെ ഇടയ്ക്കിടക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് കല്യാണി പറയാണ്. എന്തായാലും എന്റെ മോളെനിക്ക് കാണാൻ പറ്റിയല്ലോ, സന്തോഷം എന്ന് പറയാണ്. ആ സമയത്ത് മനോഹർ പറഞ്ഞിട്ട്, അത് കിരൺ സാറും കാര്യമായിട്ട് സൂക്ഷിക്കണം കേട്ടോ, ഗംഗപ്രസാദ് ഹോസ്പിറ്റലിലാണ്, അവൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി എപ്പോ വേണമെങ്കിലും വരും. എടാ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, അവനെ കൊടുക്കേണ്ടതൊക്കെ ഞങ്ങൾ കൊടുത്തോളാം, എന്നാ ഞങ്ങൾ പോട്ടെ, സമയം തീർന്നു എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവിടെ പോവാണ്. മനോഹറിന് വല്ലാത്ത വിഷമം തോന്നുന്നു കേട്ടോ. മനോഹർ തിരിച്ച് ജയിലിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും വിക്രം ചോദിക്കേണ്ട, ആരാ ഏട്ടാ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് രാഹുൽ ഒരു മൂലക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, എടാ കാണാൻ വന്നത് വേറെ ആരുമല്ല, നിന്റെ പെങ്ങളും അതുപോലെ തന്നെ അളിയനുമാണ്. കല്യാണിയും കിരണോ? അതെ, കൂടെ എന്റെ മോളുണ്ട്, കൺമണി മോള്. അവളോട് ഞാൻ ആഗ്രഹം പറഞ്ഞിരുന്നു കൺമണി മോളെ കാണണമെന്ന്. ചേട്ടൻ എങ്ങനെ പറഞ്ഞു? ഞാൻ കത്തെഴുതി പറഞ്ഞായിരുന്നു. ഓഹോ, അപ്പൊ ചേട്ടൻ കത്തൊക്കെ എഴുതാറുണ്ടല്ലേ ഇവിടെന്ന് എന്ന് പറയുമ്പോഴേക്കും വേറൊരു ജയിൽ പുള്ളി അവിടുന്ന് പറയണ്ട്, വിക്രമേ, അവൻ കത്തൊക്കെ എഴുതാറുണ്ട്, എന്നോട് ഇതിനു മുമ്പും പറഞ്ഞായിരുന്നു അവൻ കത്തെഴുതിയെന്ന്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യം എന്ന് വിക്രം പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് രാഹുൽ അവിടെ നിൽക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഈ കാര്യം സരിയുനോടും ഷാരിനടുത്തും ഉടനെ തന്നെ പറയും. പെട്ടെന്ന് തന്നെ ഒരു പൊട്ടിത്തെറി കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.